വെൽക്കം ഓൾ ഓഫ് യു. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് 3 ആണ്. ബ്ലോക്ക് 4-ലെ ഒതൻറ്റിസിറ്റി, ലിംഗ്വിസ്റ്റിക് എറേഴ്സ്, ലോസ് ആൻഡ് മിസ്യൂസ് ഇൻ സോഷ്യൽ മീഡിയ. ദെൻ വേരിയസ് ന്യൂ മീഡിയ പ്ലാറ്റ്ഫോംസ് ആൻഡ് ടൂൾസ്. ഫസ്റ്റ് വേണം എന്താണ്? ബ്ലോഗ്സ് ആൻഡ് വ്ലോഗ്സ്. ബ്ലോഗ്സ് എന്ന് പറയുമ്പോൾ റിട്ടൺ ആയിട്ടുള്ള ആർട്ടിക്കിൾസും പോസ്റ്റൊക്കെയാണ് മെയിനായിട്ട് വരുന്നത് ബ്ലോഗ്സിൽ. ഇനി വ്ളോഗ്സിലാണെങ്കിലോ വീഡിയോസൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. ദെൻ സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ പറയാം? ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം എക്സെട്ര. ദെൻ വിർച്വൽ ആൻഡ് ഓഗ്മെൻറ്റഡ് റിയാലിറ്റി. ഓഗ്മെൻറ്റഡ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്രയും വ്യാപകമായിക്കൊണ്ടിരിക്കുന്നത്, വളർന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് കേട്ടോ. ഗൂഗിൾ കാർഡ്ബോർഡ്സ്, ഇൻസെൽവിയർ. ഇതിൽ ചിലപ്പോൾ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കാം. അതായത് വിച്ച് ആർ ദി വിർച്വൽ ആൻഡ് ഓഗ്മെൻറ്റഡ് റിയാലിറ്റി എന്ന് ചോദിക്കാം. അപ്പോൾ എന്തൊക്കെ എഴുതണം? ഗൂഗിൾ കാർഡ്ബോർഡ്സ്, ഇൻസെൽവിയർ. ദെൻ ഫിലിം ആൻഡ് മ്യൂസിക് സ്ട്രീമിംഗ് ആപ്ലിക്കേഷൻസ്. നമുക്ക് അറിയുന്നതാണ്, ഈ ഒരു സ്ലൈഡിലുള്ളത് ഫുള്ളും നമുക്ക് അറിയുന്നതാണ്. ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് പോയിൻറ്റ്സ് ആക്കി കൊടുത്തിരിക്കുകയാണ്. ആൻഡ് നിങ്ങൾക്ക് ഇതിലത്തെ ലോസ് കുറേ പഠിക്കാനുണ്ട്. കുറേ സൈബർ ക്രൈം, സൈബർ ലോസ് അങ്ങനെ പറഞ്ഞിട്ടുള്ള ടെക്നിക്കൽ ടേംസ് കുറേ ഉണ്ട്. അതേപോലെ തന്നെ ഏതൊക്കെ ലോസ് ആണ്, ഏതൊക്കെ സെക്ഷനിലാണ് വരുന്നത് എന്നൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ, ഈ ഒരു യൂണിറ്റിൽ മെയിനായിട്ടും പഠിക്കേണ്ടതായിട്ടുള്ളത്. ദെൻ ടെലിവിഷൻ ചാനൽസ് ഏതൊക്കെയാണ്? BBC, NDTV, സഫാരി TV, വീഡിയോ സ്ട്രീമിംഗ് സൈറ്റ്സ്, യൂട്യൂബ്, ആപ്ലിക്കേഷൻസ് ഫോർ മൊബൈൽ ഫോൺസ്, ഗൂഗിൾ പേ, സൊമാറ്റോ എക്സെട്ര. ഇത് എല്ലാതും ആഡ് ചെയ്യുന്ന കൂട്ടത്തിൽ ആഡ് ചെയ്തിട്ടുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് അല്ല. ദെൻ വാട്ട് മേക്സ് ദി മീഡിയ യൂണീക്ക് ആൻഡ് സ്പെഷ്യൽ എമംഗ് അസ്. എന്തൊക്കെ ഫീച്ചേഴ്സാണ്? ഒരു 4 ഫീച്ചേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഏതൊക്കെ ഫീച്ചേഴ്സാണ്? ഫസ്റ്റ് വൺ, ഇൻ്ററാക്ടിവിറ്റി. മേക്ക് ഇറ്റ് പോസിബിൾ ടു ഹാവ് മോർ ഇൻ്ററാക്ഷൻ. ദി ഓഡിയൻസ് ഫീൽസ് എൻഗേജ്ഡ്. ഇപ്പോൾ ഇൻ്ററാക്ട് ചെയ്യാനുള്ള ഫെസിലിറ്റി. 1 വേ സ്ട്രീറ്റ് അല്ല. സോഷ്യൽ മീഡിയ എപ്പോഴും ഒരു 2 വേ സ്ട്രീറ്റ് ആണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. നമ്മൾക്കും, അതായത് പറയുന്ന ആൾക്ക് മാത്രമല്ല, സ്പീക്കറിന് മാത്രമല്ല, ഓഡിയൻസിനും കൂടിയും എൻഗേജ്ഡ് ആവുന്ന രൂപത്തിലാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉള്ളത്. സോ എൻഗേജ്ഡ് ആവാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻ്ററാക്ടിവിറ്റിയാണ് ഫസ്റ്റ് ഫെസിലിറ്റി ആയിട്ട്, അതായത് ഫസ്റ്റ് ഫീച്ചറായിട്ട് വരുന്നത്. ദെൻ സെക്കൻഡ് വൺ എന്താണ്? കൺവേർജൻസ്. വിത്ത് എ ഡിവൈസ് ഇൻ യുവർ ഹാൻഡ് യു ക്യാൻ ആക്സസ് എ വൈഡ് റേഞ്ച് ഓഫ് മീഡിയ. അതായത് കയ്യിലൊരു മൊബൈലോ അല്ലെങ്കിൽ ലാപ്പോ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് കാര്യം വേണമെങ്കിലും, ലോകത്തുള്ള എവിടെ നടക്കുന്ന കാര്യം വേണമെങ്കിലും നമുക്ക് ആക്സസ് ചെയ്യാനുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടല്ലോ. ക്യാൻ യൂസ്ഡ് ഫോർ വേരിയസ് പർപ്പസസ് ലൈക്ക് യൂസിങ് ലൈബ്രറീസ്, ലിസണിങ് ടു മ്യൂസിക്, വാച്ചിങ് TV പ്രോഗ്രാംസ് എക്സെട്ര. അല്ലെ, മൊബൈൽ കയ്യിലുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും, എന്ത് പ്രോഗ്രാം ആയിക്കോട്ടെ, അല്ലെങ്കിൽ മ്യൂസിക് ആയിക്കോട്ടെ, വീഡിയോസ് ആയിക്കോട്ടെ, എന്താണെങ്കിലും നമുക്ക് കാണാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടല്ലേ. Then third one, accessibility. Widespread of availability and low cost. In such a free service world, media producers' main source of revenue is subscription charges and advertisements. ശരിയല്ലേ? നമുക്കിപ്പോൾ യൂട്യൂബിലായാലും അതേപോലെ തന്നെ എവിടെ നമുക്ക് എന്ത് ഇൻഫോർമേഷൻ വേണമെങ്കിലും നമുക്ക് യൂട്യൂബിൽ കുറേ ഫ്രീ ആയിട്ടുള്ള വീഡിയോസ് ഉണ്ട്. ഒരു ചാർജ് ഈടാതെ കുറേ അധികം ഫ്രീ ആയിട്ടുള്ള വീഡിയോസ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് എവിടെ നിന്നാണ് റവന്യൂ വരുന്നത്? സബ്സ്ക്രിപ്ഷൻ ചാർജസിൽ നിന്നും അതേപോലെ തന്നെ അഡ്വർടൈസ്മെൻറ്റ്, പരസ്യങ്ങളിൽ നിന്നുമാണ് അവർക്ക് റവന്യൂ വരുന്നത്. ദെൻ ഓഡിയൻസ് പവർ. ഫോർത്ത് വൺ എന്താണ്? ഓഡിയൻസ് പവർ. ദി അപ്രോപ്രിയേറ്റ് ടേം ടു ഡിസ്ക്രൈബ് എവറി മീഡിയ കൺസ്യൂമർ ഇസ് യൂസർ. ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്. എങ്കിൽ പോലും ഇത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അയ്യോ എന്തായിരിക്കും എന്ന് ആലോചിച്ചിരിക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പോയിന്റ് ആഡ് ചെയ്തിരിക്കുന്നത്. എന്താണ്? നമ്മൾ ഉപയോഗിക്കുന്ന ആളിനെ എന്ത് പറയും? യൂസർ എന്ന് പറയും. എന്ത് ഉപയോഗിക്കുന്ന ആളിനെ? സോഷ്യൽ മീഡിയ ഏത് മീഡിയ ആയാലും അത് ഉപയോഗിക്കുന്ന ആളിനെ നമ്മൾ എന്ത് പറയും? യൂസർ എന്ന് പറയും. Then, in the domain of new media, there is plenty of scope for interactions, discussions, self-broadcasting, which makes users more powerful and influential. ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും അവരുടേതായിട്ടുള്ള ഒപ്പീനിയൻ പബ്ലിക്കായിട്ട് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനും ഇപ്പോൾ അവൈലബിൾ ആണ്. ദെൻ വേരിയസ് ടൈപ്സ് ഓഫ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്. ഏതൊക്കെ ടൈപ്പ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആണുള്ളത്? സോഷ്യൽ നെറ്റ്വർക്ക്സ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റൻറ്റ് മെസ്സഞ്ചേഴ്സ്, വാട്സാപ്പ്, മൈക്രോ നെറ്റ്വർക്ക്സ്, ട്വിറ്റർ, കണ്ടൻറ്റ് കമ്മ്യൂണിറ്റീസ്, യൂട്യൂബ്, സോഷ്യൽ നോളേജ്, വിക്കിപീഡിയ, ബ്ലോഗ്സ്, വേർഡ്പ്രസ്. കണ്ടോ, ഇതെല്ലാം നമുക്ക് അറിയുന്ന പോയിൻറ്റ്സ് ആണ്. അറിയുന്ന പോയിൻറ്റ്സിൽ അധികം എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കാത്തത് ബാക്കിയുള്ള പോയിൻറ്റ്സ്, അതായത് ഈ ഒരു യൂണിറ്റിൽ മെയിനായിട്ട് മനസ്സിലാക്കി തരേണ്ടതായിട്ടുള്ള പോയിൻറ്റ്സ് വളരെ കുറവാണ്. ലോസ് ആയാൽ പോലും അതിലൊന്നും മനസ്സിലാക്കാനില്ല. ആ വേർഡിൻ്റെ മീനിങ് എന്താണെന്ന് പറഞ്ഞു തരാമെന്നല്ലാതെ അത് നമ്മൾ ഡെയിലി ഒരു ടേബിളാണത്. 2 ടേബിൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അത് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചിട്ട്, ഒരു ടെക്സ്റ്റിലുള്ള ടേബിളാണ്. ആ ടേബിൾ അതേപോലെ തന്നെ ഒന്ന് എഴുതി വെച്ച് എന്നും അത് എന്ത് ചെയ്യുക? വായിക്കാനായിട്ട് ശ്രമിക്കുക. എക്സാം 4-ാം തീയതിയാണ്. അതുവരെ എന്നും എന്ത് ചെയ്യുക? അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ വായിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. ദെൻ authenticity of new media.
Many of us receive numerous forwarded messages on our social media applications and we forward them to others without a second thought. നമുക്ക് ഈ കുറേ കാലം മുന്നേയൊക്കെ വാട്സപ്പിൽ ഓരോ മെസ്സേജസ് വരും. ഇത് ഒരു 20 ആൾക്ക് ഷെയർ ചെയ്താൽ അല്ലെങ്കിൽ 5 ആൾക്ക് ഷെയർ ചെയ്താൽ നിങ്ങൾക്ക് ഭാവിയിൽ നല്ലത് വരും, അങ്ങനത്തെ രീതിയിലുള്ള മെസ്സേജൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ഒരു രീതിയൊക്കെ ഉണ്ടായിരുന്നു മുന്നേ വാട്സാപ്പിൽ. അപ്പോൾ അങ്ങനത്തെ മെസ്സേജസ് എന്നല്ല, നമുക്കറിയാത്ത രീതിയിലുള്ള, അതായത് ആ ഒരു മെസ്സേജിൻ്റെ പിന്നിൽ എത്രത്തോളം വാസ്തവം ഉണ്ട് എന്നറിയാതെ രണ്ടാമത്തെ ചിന്തിക്കാതെ നമ്മൾ ജസ്റ്റ് അപ്പോൾ തന്നെ എന്ത് ചെയ്യരുത്, എല്ലാവർക്കും ഫോർവേഡ് ചെയ്ത് കൊടുക്കരുത്. ചിലപ്പോൾ അതെന്തായിരിക്കാം, ഫ്രോഡ് മെസ്സേജസ് ആയിരിക്കാം. Then on many occasions we fail to ensure the authenticity of the content before forwarding it. The same platform that revolutionized our lives can also make us susceptible to doubt, confusion and fallacy. അതായത് നമുക്ക് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അത്രയും ഓപ്പർച്യൂണിറ്റിയും അത്രയും അവൈലബിലിറ്റി, അത്രയും ഫീച്ചേഴ്സ് അവൈലബിൾ ആക്കി തന്ന ഒരു പ്ലാറ്റ്ഫോം ആണെങ്കിൽ കൂടി ഇതുപോലെയുള്ള കാര്യങ്ങളിൽ നമ്മൾ വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് ഒരു മെസ്സേജ് കാണുമ്പോൾ ഇത് ഫോർവേഡ് ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മളപ്പോൾ തന്നെ അത് ഫോർവേഡ് ചെയ്ത് കൊടുക്കുകയാണ് നമുക്ക് അറിയുന്ന ആൾക്കാർക്ക്. ചിലപ്പോൾ നമ്മളൊന്നും ചെയ്യുന്നുണ്ടാവില്ല, പക്ഷേ ആ ഒരു മെസ്സേജിൻ്റെ പിന്നിലുള്ള ആ എത്രത്തോളം ജെന്യുവിൻ ആണ് ആ മെസ്സേജ് എന്നൊക്കെ അന്വേഷിച്ചതിന് ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട്. Then social media becomes dangerous when the content leads to violence, breaking social harmony and public order. സോഷ്യൽ മീഡിയ ഡേഞ്ചറസ് ആവുന്ന സിറ്റുവേഷൻസ് ആണ് ഇപ്പോൾ പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം, നമുക്കറിയാത്ത മെസ്സേജസ് നമ്മൾ ഫോർവേഡ് ചെയ്യുന്ന സമയത്ത്. രണ്ടാമത്തെ കാര്യം വയലൻസും അതേപോലെ തന്നെ സോഷ്യൽ ഹാർമണി, ആ ഒരു ഐക്യം സമൂഹത്തിൽ ഉണ്ടാവണം, ആ ഒരു ഐക്യം ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യുക, വീഡിയോസോ അല്ലെങ്കിൽ എന്തെങ്കിലും പോസ്റ്റ്സ് ഷെയർ ചെയ്യാൻ പറഞ്ഞു വരുമ്പോൾ അതൊന്നും എന്ത് ചെയ്യരുത്, ഫോർവേഡ് ചെയ്ത് കൊടുക്കരുത്. Then verbal abuse, incitement to violence and vulgar comments that tarnish the modesty of people, especially women, are rampant in our cyberspace. ടാർണിഷ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കളങ്കപ്പെടുത്തുക, അതായത് സൊസൈറ്റീൻ്റെ ആ ഒരു കളങ്കപ്പെടുത്തുന്ന രീതിയിൽ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും സൈബർ സ്പേസിൽ കൂടിക്കൂടി വരികയാണെന്നാണ് പറയണത്. ദെൻ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു വെരിഫൈ ദി ട്രൂത്ത് ബിഹൈൻഡ് ദി മീഡിയ കണ്ടന്റ് വി റിസീവ് എവറി മിനിറ്റ്. ഓരോ മിനിറ്റിലും നമുക്ക് എവിടെ നിന്നുള്ള ഇൻഫോർമേഷൻ ആയാലും ഗ്യാദർ ചെയ്യാം എന്നുള്ള പോസിറ്റീവ് സൈഡൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ ഓരോ മിനിറ്റിലും നമുക്ക് കിട്ടുന്ന മെസ്സേജസ് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന അറിവെന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണോ, അതിൻ്റെ മുന്നിൽ എത്രത്തോളം ജെന്യുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് നിശ്ചയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്നാണ് പറയണത്. ദെൻ possibility of linguistic errors. There is also risk of misinterpreting messages. അതായത് മെസ്സേജസിനെ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. When we interact in person, the advantages of body language and eye contact help us make communication more effective than text messages. അതായത് ടെക്സ്റ്റ് മെസ്സേജസ് അയക്കുന്ന സമയത്ത് നമ്മുടെ ഇമോഷൻസ് ക്ലിയർ ആയിട്ട് മനസ്സിലാവാനുള്ള സാധ്യത കുറവാണ്. അതേപോലെ തന്നെ ഐ കോണ്ടാക്റ്റ് ഇല്ല അവിടെ. ടെക്സ്റ്റ് മെസ്സേജ് അയക്കുന്ന സമയത്ത് നമുക്ക് ഐ കോണ്ടാക്റ്റ് ഇല്ലല്ലോ. ഐ കോണ്ടാക്റ്റും അതേപോലെ തന്നെ ബോഡി ലാംഗ്വേജും, നമ്മൾ നേരിട്ട് കാണുമ്പോൾ കണ്ട് സംസാരിക്കുന്ന ആ ഒരു ബോഡി ലാംഗ്വേജ് ആൻഡ് ഐ കോണ്ടാക്റ്റ് ഒക്കെ എവിടെ ഇല്ല, ടെക്സ്റ്റ് മെസ്സേജസിൽ ഇല്ല. അതുകൊണ്ട് തന്നെ മെസ്സേജസ് തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതകൾ, അതിൻ്റെ വോയിസും ടോണും എല്ലാം തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ദെൻ കോമൺ എറേഴ്സ് ദാറ്റ് ഹാപ്പൻ ഇൻ സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയയിൽ വരുന്ന കോമൺ എറേഴ്സ് എന്തൊക്കെയാണ്? ഇത് ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടോ ചിലപ്പോൾ എസ്സേൻ്റെ ഒരു സബ് ക്വസ്റ്റ്യൻ ആയിട്ടോ പ്രതീക്ഷിക്കാം. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, sentence starters and endings. The writing on social media reflects a violation of the basic rule of the English language. അതായത് സോഷ്യൽ മീഡിയയിൽ എഴുതുന്ന പലരും എന്താണ്, ക്യാപിറ്റൽ ലെറ്റർ വെച്ച് തുടങ്ങണം, അല്ലെങ്കിൽ ഫുൾ സ്റ്റോപ്പ്, എക്സ്ക്ലമേറ്ററി മാർക്ക്, അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ മാർക്കൊക്കെ വെച്ച് സെൻറ്റൻസ് അവസാനിപ്പിക്കണം എന്നുള്ള ബേസിക് റൂൾസൊക്കെ വയലേറ്റ് ചെയ്യുന്ന രൂപത്തിലാണ് പല സോഷ്യൽ മീഡിയ റൈറ്റിങ്ങും. യൂസിങ് അപ്പോസ്ട്രോഫീസ് ടു മേക്ക് വേർഡ്സ് പ്ലൂറൽ. സെക്കൻഡ് വൺ ആണ് എന്ത്, യൂസിങ് എറേഴ്സിൽ സെക്കൻഡ് വൺ ആണ് യൂസിങ് അപ്പോസ്ട്രോഫീസ് ടു മേക്ക് വേർഡ്സ് പ്ലൂറൽ. ഇതൊരു തെറ്റിദ്ധാരണയാണ്. അതായത് അപ്പോസ്ട്രോഫി ഇട്ടിട്ടുണ്ടെങ്കിൽ ആ വേർഡ് പ്ലൂറലായി എന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ് അവിടെ വരുന്നത്. ദർ ഈസ് എ വൈഡ് സ്പ്രെഡ് ഓഫ് മിസ്കൺസെപ്ഷൻ എമംഗ് മെനി യൂസേഴ്സ് ദാറ്റ് ദി യൂസ് ഓഫ് അപ്പോസ്ട്രോഫി മേക്സ് എ വേർഡ് plural. Instead of typing potatoes, they text potato apostrophe s. കണ്ടോ, apostrophe s അതാണ് apostrophe എന്ന് പറയുന്നത്.
പറയുന്നത്. ഇതിലത്തെ മെയിനായിട്ടും നോട്ട് ചെയ്ത് വെക്കേണ്ടത് എക്സാമ്പിളാണ്. എക്സാമ്പിൾ പഠിച്ചാൽ അതുകൊണ്ട് ആ ഒരു പോയിന്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ക്ലിയർ ആവും. അപ്പോൾ എക്സാമ്പിൾസ് എപ്പോഴും നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. ഇതിലത്തെ പൊട്ടേറ്റോസ് എന്ന് പറയുമ്പോഴാണ് ശരിക്കും പ്ലൂറൽ ആവുന്നത്. പക്ഷെ പല ആൾക്കാരും ചിന്തിച്ച് വെക്കുന്നത് എന്താണ്, പൊട്ടേറ്റോ അപ്പോസ്ട്രോഫി എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്ലൂറൽ ആവും എന്നാണ്. പ്ലൂറൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ, ഒന്നിലധികം. നെക്സ്റ്റ് വേണം എന്താണ്, കൺഫ്യൂസിങ് ടു ആൻഡ് ടു. ദി ഇൻകറക്റ്റ് യൂസേജ് ഓഫ് ദീസ് ടു വേർഡ്സ് ഇസ് വെരി കോമൺ. അതായത് ടു നോക്കിയേ, ഒരു ഓയേ ഉള്ളൂ. ടു എന്ന് പറയുമ്പോൾ രണ്ട് ഓ, രണ്ടിൻ്റെയും അതായത് ടു ആൻഡ് ടു രണ്ടിൻ്റെയും ഡിഫറൻസ് വളരെ വലുതാണ്. രണ്ടും ഒന്നാണെന്നുള്ള രീതിയിലാണ് പല ആൾക്കാരും അത് എന്ത് ചെയ്യണത്, ഉപയോഗിക്കണത്. രണ്ടും ഒന്നല്ല. ടു ഇസ് എ പ്രിപ്പോസിഷൻ യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ഡയറക്ഷൻ. ഫോർ എക്സാമ്പിൾ, കണ്ടോ, എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു വാക്കിൻ്റെയും മുന്നിൽ, പ്രീ എന്ന് പറഞ്ഞാൽ തന്നെ മുന്നിൽ എന്നാണ് അർത്ഥം. അതായത് ഒരു ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ടു. എക്സാമ്പിൾ എന്താ കൊടുത്തിരിക്കുന്നത്, ഐ സ്റ്റഡി ഫ്രം 8 to 11. ഓക്കെ, 8 മുതൽ 11 വരെ, 8 to 11. അവിടെ എന്താ വന്നത്, ടു ആണ് വന്നത്, അല്ലാതെ TOO അല്ല വന്നത്. ദെൻ ടു ഇസ് ആൻ adverb describing something excess or more. എക്സാമ്പിൾ എന്താ, there are too many people in the hall. ആ ഹാളിൽ കുറേ അധികം ആൾക്കാരുണ്ട്. മെനി എന്നുള്ള ആ ഒരു മീനിങ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കേണ്ടത്, ടു എന്നുള്ള വാക്ക് ഉപയോഗിക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് വൺ, ഇറ്റ്സ് ആൻഡ് ഇറ്റ്സ്. ഇത് രണ്ടും പറയുമ്പോൾ സിമിലർ ആണ് അല്ലേ, പക്ഷേ ഇത് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, അതേപോലെ തന്നെ എങ്ങനെയാണ് ഇത് എഴുതേണ്ടത് എന്നുള്ള രീതിയും ഡിഫറെൻ്റ് ആണ്. ഒന്ന് നേരെ നോക്കിയത്, ഫസ്റ്റിലത്തെ എന്താണ്, ഇറ്റ് കഴിഞ്ഞ് അപ്പോസ്ട്രോഫി എസ്, രണ്ടാമത്തെയോ ഇറ്റ്സ്, അവിടെ അപ്പോസ്ട്രോഫി ഒന്നുമില്ല. ഫസ്റ്റ് വൺ ഇറ്റ് കഴിഞ്ഞ് അപ്പോസ്ട്രോഫി എസ്, പക്ഷെ രണ്ടും വായിക്കുന്നത് എന്താണ്, ഇറ്റ്സ് എന്നാണ്. ഇനി രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. മെനി പീപ്പിൾ കൺഫ്യൂസ് ഇറ്റ് അപ്പോസ്ട്രോഫി എസ് ആൻഡ് ഇറ്റ്സ്. ഇറ്റ് അപ്പോസ്ട്രോഫി എസ് ഇസ് എ കൺട്രാക്ഷൻ ഓഫ് ഇറ്റ് ഈസ്. മനസ്സിലായോ? അത് ഇറ്റ് ഈസ് എന്നുള്ളതിൻ്റെ കൺട്രാക്ഷൻ, ഒരു ചുരുക്കിയ എഴുത്താണ് ഇറ്റ് അപ്പോസ്ട്രോഫി എസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ നോക്കിയേ, ഇറ്റ് ഈസ് എ റെയിനി ഡേ. ഇറ്റ് ഈസ് എ റെയിനി ഡേ എന്നുള്ളതിന് പകരം നമുക്ക് എന്തെഴുതാൻ പറ്റും, ഇറ്റ് അപ്പോസ്ട്രോഫി എസ് എ റെയിനി ഡേ എന്നെഴുതാൻ പറ്റും. ദെൻ രണ്ടാമത്തെ ഇറ്റ്സ്. ഇറ്റ്സ് ഇസ് പൊസസീവ് ഫോം ഓഫ് ദി തേർഡ് പേഴ്സൺ സിംഗുലാർ പ്രൊനൗൺ. അതായത് എന്തിൻ്റെ, അതായത് എൻ്റെ എന്നുള്ള ഒരു പൊസസീവ്നെസ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് അറിയാമല്ലോ എന്താണെന്നുള്ളത്. അപ്പോൾ ആ ഒരു അധികാരം, ആ ഒരു ആധിപത്യം അവിടെ കൊണ്ടുവരികയാണ്. എക്സാമ്പിൾ എന്താ തന്നിരിക്കണേ, ദി ക്യാറ്റ് ലിക്ഡ് ഇറ്റ്സ് മാസ്റ്റർ. ഇറ്റ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്താണ്, അതിൻ്റെ, അതായത് പൂച്ചേൻ്റെ മാസ്റ്ററിനെ അത് നാവ് കൊണ്ട് ലിക്ക് ചെയ്തു എന്നാണ് അവിടെ ആ ഒരു സെൻറ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇറ്റ്സ് എന്ന് പറയുമ്പോൾ അപ്പോസ്ട്രോഫി ഇല്ലാതെ ഇറ്റ്സ് എന്ന് പറയുമ്പോൾ അതൊരു പൊസസീവ് ഫോമാണ്, ഒരു ആധിപത്യം, അതായത് പൂച്ചയുടെ, അതിൻ്റെ എന്നുള്ള വാക്കൊക്കെയാണ് അതുകൊണ്ട് വരുന്നത്. പക്ഷേ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഇറ്റ് അപ്പോസ്ട്രോഫി എസ് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇറ്റ് ഈസ് എന്നുള്ളതിൻ്റെ കൺട്രാക്ഷനാണ്, എന്നുള്ളതിൻ്റെ ചുരുക്കെഴുത്താണ്. ദെൻ യുവർ ആൻഡ് യുവർ രണ്ടും സിമിലർ ആണ്. പറയുമ്പോൾ നമ്മൾ രണ്ടും സിമിലർ ആണ്, പക്ഷെ എന്താണ്, അതിൽ അത്യാവശ്യം ഡിഫറൻസ് വരുന്ന വാക്കുകളാണ്. ദെൻ വി യൂസ് യുവർ വെൻ ഇൻഡിക്കേറ്റിംഗ് പൊസഷൻ ഓർ ബിലോങ്ങിങ്. അതായത് നിൻ്റെ, നിങ്ങളുടെ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഏതാ യൂസ് ചെയ്യുക, യുവർ. ഇനി യു അപ്പോസ്ട്രോഫി ആർ ഇ എപ്പോഴാണ് യൂസ് ചെയ്യുക, ഫോർ എക്സാമ്പിൾ വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ. അത് ഫസ്റ്റിലത്തെ എക്സാമ്പിൾ ആണ് കേട്ടോ. അതായത് നിങ്ങളുടെ ജോലി എന്താണ്, നിങ്ങളുടെ, നിൻ്റെ എന്നൊക്കെ പറയുമ്പോഴാണ് യുവർ വരുന്നത്. ദെൻ യു അപ്പോസ്ട്രോഫി ആർ as a contraction of you are. മറ്റേത് നമ്മൾ എന്താ പറഞ്ഞത്, ഇറ്റ്സ് എന്നുള്ളത്, അതായത് ഇറ്റ് അപ്പോസ്ട്രോഫി എസ് വരുമ്പോൾ ഇറ്റ് ഈസ് എന്നുള്ളതിൻ്റെ ചുരുക്കിയെഴുത്താണ്, എന്നുള്ളതിൻ്റെ കൺട്രാക്ഷൻ ആണെന്ന് പറഞ്ഞു. ദെൻ ഇവിടെ വരുന്നതോ യു അപ്പോസ്ട്രോഫി ആർ വരുമ്പോൾ യു ആർ എന്നതിൻ്റെ കൺട്രാക്ഷൻ ആണ്, എന്നതിൻ്റെ ചുരുക്കിയെഴുത്താണ്. ദെൻ എക്സാമ്പിൾ എന്താണ്, യു ആർ സോ പ്രിറ്റി. ഓക്കെ, ദെൻ ആൻഡ് ദെൻ ആൻഡ് ദാൻ രണ്ടും സിമിലർ ആയി തോന്നും, പക്ഷെ എന്താണ് ഡിഫറൻസ് ഉണ്ട്. എന്താണ് ഡിഫറൻസ് നോക്കാം. ദേ ഹാവ് ഡിഫറെൻറ്റ് മീനിങ്സ് ആൻഡ് ഫങ്ഷൻസ്. ദാൻ ഇസ് കൺജക്ഷൻ യൂസ് ടു കമ്പയർ ടു തിങ്സ്. അതായത് രണ്ട് സാധനങ്ങൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കൺജക്ഷനാണ് എന്തെന്ന് പറയണത്, ദാൻ എന്ന് പറയുന്നത്. അതായത് അവളേക്കാൾ, അവനേക്കാൾ, അതിനേക്കാൾ എന്നൊക്കെ പറയുമ്പോൾ ഏതാണ് വരുന്നത്, ദാൻ ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. ദെൻ വരുമ്പോഴോ, ദെൻ is adverb used to indicate a sequence of events.
എക്സാമ്പിൾ, ഇഫ് യു ഗെറ്റ് ദിസ് സാലറി ദെൻ യു വിൽ ബി ഹാപ്പി. അതായത് സാലറി കിട്ടുകയാണെങ്കിൽ എന്താണ്, നമ്മൾ ഭയങ്കര നീ എന്തായിരിക്കും, ഹാപ്പി ആയിരിക്കും. നിനക്ക് സാലറി കിട്ടുകയാണെങ്കിൽ നീ ഹാപ്പി ആയിരിക്കും. ആണെങ്കിൽ എന്ന് പറയുന്ന ആ ഒരു ടേമാണ് ഇവിടെ വരുന്നത് ദെൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്നാണ് ദെൻ കൊണ്ട് ഉദ്ദേശിക്കണത്. ദാൻ ആണെങ്കിലോ, മാംഗോസ് ആർ ചീപ്പർ ദാൻ ആപ്പിൾസ്. ആപ്പിൾസിനേക്കാളും വില കുറവാണ് എന്തിന്, മാംഗോസിന് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ അത്? ദെൻ നെക്സ്റ്റ് വൺ, ഐ ആൻഡ് മീ. ഐ ഇസ് എ നോമിനേറ്റീവ് പ്രോനൗൺ. അതായത് ഏതെങ്കിലും സെൻറ്റൻസിൻ്റെ മുന്നിൽ വരുന്ന ഒരു നോമിനേറ്റിംഗ് പ്രോനൗൺ ആണ് എന്തെന്ന് പറയുന്നത്, ഐ എന്ന് പറയുന്നത്. അതായത് ഞാൻ, എൻ്റെ, മീ, രണ്ടിനും ഞാൻ എന്നുള്ളൊരു അർത്ഥമാണ് വരുന്നത്. എൻ്റെ, ഞാൻ എന്നുള്ളൊരു അർത്ഥമാണ് ഐ ആൻഡ് മീനൊക്കെ വരുന്നത്. പക്ഷേ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്? മീ ഈസ് ആൻ ഒബ്ജക്റ്റീവ് പ്രോനൗൺ. ഇത് രണ്ടും ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരും. ഐ എന്താണ്, മീ എന്താണെന്നുള്ളത് ചിലപ്പോൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഐ എന്താണ്, നോമിനേറ്റീവ് പ്രോനൗൺ, ഏതെങ്കിലും സെൻറ്റൻസിൻ്റെ മുന്നിലാണ് വരിക. ദെൻ മീ ഈസ് ആൻ ഒബ്ജക്റ്റീവ് പ്രോനൗൺ. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ബിറ്റ്വീൻ യു ആൻഡ് ഐ എന്ന് നമ്മൾ പറയില്ല. നമ്മളെങ്ങനെയാണ് പറയുക? ഇറ്റ് ഈസ് ബിറ്റ്വീൻ യു ആൻഡ് മീ. നീയും ഞാനും തമ്മിലുള്ളത്. ഞാൻ എന്ന് ഒറ്റയ്ക്ക് പറയുമ്പോൾ നമ്മൾ ഐ എന്ന് പറയും. പക്ഷേ നീയും ഞാനും തമ്മിലുള്ളത് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് വരുമ്പോൾ, ഒരു സെൻറ്റൻസിൻ്റെ ലാസ്റ്റ് വരുമ്പോൾ നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്? ഐ അല്ല കൊടുക്കേണ്ടത്. പകരം എന്ത് കൊടുക്കണം? മീ കൊടുക്കണം. ഐ, ഇ ആൻഡ് ഇ ജി. എന്താ ഉദ്ദേശിക്കുന്നത്? ഫസ്റ്റിലത്തെ ഐ, ഇ കൊണ്ട് ദാറ്റ് ഈസ്. നമുക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കാം, പലർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കാം. പക്ഷേ അറിയാത്തവരുമുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയുന്ന ഭാഗമാണെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. ദെൻ ഐ, ഇ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദാറ്റ് ഈസ്. ഇ ജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫോർ എക്സാമ്പിൾ. ദെൻ ഐ, ദാറ്റ് ഈസ് ആൻ അബ്രിവേഷൻ ഫോർ ലാറ്റിൻ ഫ്രേസ് ഇറ്റ് എസ്റ്റ്, വിച്ച് മീൻസ് ദാറ്റ് ഈസ്. ഇത് ക്വസ്റ്റ്യൻ വരാം ചിലപ്പോൾ 1 മാർക്കിന്. ലാറ്റിൻ ഫ്രേസിൽ ഇഡ് എസ്റ്റ് എന്ന് പറയുന്ന എന്താണ് മീനിങ് വരുന്നത്? ദാറ്റ് ഈസ് എന്നാണ് മീനിങ് വരുന്നത്. അതിൻ്റെ ഷോർട്ടാണ്, അതായത് ഇഡ് എസ്റ്റ്. ലാറ്റിൻ ഫ്രേസിലുള്ള ഇഡ് എസ്റ്റിൻ്റെ ഷോർട്ട് ഫോമാണ് ഐ, ഇ. ദെൻ അതെന്തിനെയാണ് യൂസ് ചെയ്യുന്നത്? ദാറ്റ് ഈസ്, അതായത് എന്ന് പറയില്ലേ നമ്മൾ, ദാറ്റ് ഈസ്. ഫോർ എക്സാമ്പിൾ, ഐ സ്റ്റഡി അബൌട്ട് പ്ലാന്റ്സ്. ദാറ്റ് ഈസ് പ്ലാന്റ്സ് ദാറ്റ് ഹാവ് ഗ്രോൺ ഇൻ ഗാർഡൻ. ഒരാൾ പറയാണ് എന്താണ്, ഞാൻ പ്ലാന്റ്സിനെ കുറിച്ച് പഠിച്ചു. ഐ സ്റ്റഡി അബൌട്ട് പ്ലാന്റ്സ്. ഞാൻ പ്ലാന്റ്സിനെ കുറിച്ച് പഠിച്ചു. അതായത് എവിടെയുള്ളത്? ഗാർഡനിലുള്ള പ്ലാന്റ്സിനെ കുറിച്ച് പഠിച്ചു. അതായത് എന്നുള്ള വാക്കിന് പകരമാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ദാറ്റ് ഈസ്. മനസ്സിലായോ അത്? ഇനി എക്സാമ്പിൾ, ഇ ജി ഈസ് ആൻ അബ്രിവേഷൻ ഫോർ ദി ലാറ്റിൻ ഫ്രേസ് എക്സംബ്ലി ഗ്രാറ്റിയ. എല്ലാം ലാറ്റിൻ ഫ്രേസ് ആണല്ലേ. നമ്മൾ ദാറ്റ് ഈസ് എന്നുള്ളതിൻ്റെ ലാറ്റിൻ ഫ്രേസ് ഏതായിരുന്നു? ഇഡ് എസ്റ്റ്. ദെൻ എക്സാമ്പിൾ, ഇ ജി എന്നുള്ളതിൻ്റെ ലാറ്റിൻ ഫ്രേസ് ഏതാണെന്നാണ് പറയണത്? എക്സംബ്ലി ഗ്രാറ്റിയ. അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. എക്സംബ്ലി ഗ്രാറ്റിയ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അല്ലെങ്കിൽ ടെക്സ്റ്റിൽ തന്നെ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്താലും മതി. എക്സംബ്ലി ഗ്രാറ്റിയ എന്നുള്ളതിൽ നിന്നാണ് എന്ത് വന്നത്? ഇ ജി. ഫോർ എക്സാമ്പിൾ, ഇ ജി എന്ന് വന്നത്. It is used before a list of examples of to introduce an example. For example, I study about plants. എക്സാമ്പിൾ, ട്രോപ്പിക്കൽ ഹിബിസ്കസ്. കുറേ എക്സാമ്പിൾസ് പറഞ്ഞല്ലേ ഈ സ്ലൈഡിൽ. ദെൻ എക്സാമ്പിൾ അപ്പോൾ അങ്ങനെയാണ് എഴുതുക. ഇ ജി എന്നതിൻ്റെ ഫുൾ ഫോം എന്താണ്? എക്സംബ്ലി ഗ്രാറ്റിയ. അതെന്താണ്? ഒരു ലാറ്റിൻ ഫ്രേസ് ആണ്. ഇനി എ ലോട്ട് ആൻഡ് എ ലോട്ട്. ഇതെങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത്? എ ലോട്ട് ഇസ് എ കോമൺ മിസ്പെല്ലിംഗ് ഓഫ് എ ലോട്ട്. അതായത് എ ലോട്ട് എന്ന് പറയുന്നതിന് പകരം നമ്മൾ പലരും എന്താണ് പറയുന്നത്? എ ലോട്ട് എന്നാണ് പറയുന്നത്. എ ലോട്ട് എന്നല്ല ശരിക്കും അതിൻ്റെ പ്രൊനൗൺസിയേഷൻ. എ ലോട്ട് എന്ന് തന്നെ പറയണം. അത് രണ്ടും സെപ്പറേറ്റ് വേർഡ്സ് ആക്കിയിട്ട് പറയണം. ഇറ്റ് ഷുഡ് ഓൾവേസ് ബി സ്പെൽഡ് ആസ് 2 സെപ്പറേറ്റ് വേർഡ്സ്. എ ലോട്ട് മീൻസ് മെനി ഓർ ലാർജ് എമൗണ്ട്. അതായത് കുറേ അധികം എന്നുള്ളൊരർത്ഥമാണ് എ ലോട്ട് എന്നതുകൊണ്ട് വരുന്നത്. എ ലോട്ട് എന്നുള്ളത് 2 സെപ്പറേറ്റ് വാക്കാക്കി തന്നെ പറയണം. അല്ലാതെ അത് ഒരുമിച്ച് എ ലോട്ട് എന്നുള്ള വാക്കായിട്ട് പറയാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, വീണ റീഡ്സ് എ ലോട്ട് ഇൻ ഹെർ ലെഷർ ടൈം. അതായത് വീണയ്ക്ക് ഫ്രീ കിട്ടുന്ന സമയത്തെല്ലാം കുറേ അധികം ബുക്സ് വീണ വായിക്കാറുണ്ട്. കുറേ അധികം എന്നുള്ളതിൻ്റെ ആണ് എന്ത് വരുന്നത്? അർത്ഥം വരുന്നത് മെനി, എ ലോട്ട്. ഇനി സൈബർ ലോസ്. അപ്പോൾ ആ ഒരു ഗ്രാമർ സെക്ഷൻ പോലെയുള്ളത് അവിടെ കഴിഞ്ഞു. ദെൻ ഇനി എന്താണ് സൈബർ ലോസ്? അത് ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ പറഞ്ഞത് എന്താണ്? അതിൽ നിന്നുള്ള 1 വേർഡ്സ് വരാം, ചിലപ്പോൾ 2 മാർക്സ് വരാം, 5 മാർക്സിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ വരാം, എന്ത് വേണമെങ്കിലും വരാം. സോ എന്ത് ചെയ്യുക? അത്
ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചു പോകുക. ജസ്റ്റ് എക്സാമ്പിൾസ് പഠിച്ചാൽ തന്നെ അത് മനസ്സിലാവാവുന്നതേ ഉള്ളൂ. ദെൻ സൈബർ ലോസ്. Cyber law refers to any law that applies to the any law ആണ് കേട്ടോ, LA ആണ്, any law that applies to the internet and internet related technologies. ഇൻ്റർനെറ്റും അതേപോലെ തന്നെ ഇൻ്റർനെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജീസിനും അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ലോ ആണ് എന്തെന്ന് പറയണത്, സൈബർ ലോ എന്ന് പറയണത്. വാട്ട് ഈസ് സൈബർ ലോ, റൈറ്റ് അബൌട്ട് ഇറ്റ്സ് ഫീച്ചേഴ്സ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സൈബർ ലോ എന്താണ്, നമ്മളിനി പറയാൻ പോകുന്ന ഫീച്ചേഴ്സൊക്കെ എഴുതണം. റീസെൻറ്റ് ഡെവലപ്മെൻറ്റ് ഇൻ ദി ലീഗൽ സിസ്റ്റം. ലീഗൽ സിസ്റ്റത്തിലെ ഒരു അതായത് ഇപ്പോൾ അടുത്ത് വന്നിട്ടുള്ള ഒരു ഡെവലപ്മെൻ്റ് ആണ് എന്താണെന്ന് പറയുന്നത്, സൈബർ ലോസ് എന്ന് പറയുന്നത്. The purpose of cyber laws is to provide legal protection to internet users. Internet usersന് ലീഗലി പ്രൊട്ടക്ഷൻ നൽകുക എന്നുള്ള എയിമോട് കൂടിയിട്ടാണ് എന്ത് തുടങ്ങിയിട്ടുള്ളത്, സൈബർ ലോസ് നിലവിൽ വന്നിട്ടുള്ളത്. ലിറ്ററസി ഇൻ സൈബർ ലോ is important. Cyber law is sometimes referred to as the law of the internet. ഇത് ചിലപ്പോൾ 1 മാർക്ക് ക്വസ്റ്റ്യൻ വരാം. ലോ ഓഫ് ഇൻ്റർനെറ്റ് എന്ന് അറിയപ്പെടുന്നത് ഏതിനെയാണ്, സൈബർ ലോസിനെയാണ്. അതേപോലെ തന്നെ ഇൻ്റർനെറ്റ് ആൻഡ് ഇൻ്റർനെറ്റ് റിലേറ്റഡ് ടെക്നോളജീസിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ലോ ആണ് സൈബർ ലോ. റീസെൻറ്റ് ഡെവലപ്മെൻ്റ് ആണ് നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, അതായത് ഇൻ്റർനെറ്റ് യൂസേഴ്സിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ലീഗൽ ലോ ആണ് സൈബർ ലോ എന്ന് പറയുന്നത്. ലിറ്ററസി ഇൻ സൈബർ ലോ ഇസ് ഇമ്പോർട്ടൻ്റ്. അതായത് എന്തൊക്കെയാണ് സൈബർ ലോസിൽ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെന്ന് നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കേണ്ടതായിട്ടുണ്ട്. സൈബർ ലോ എൻകംപസസ് സൈബർ ക്രൈം ആൻഡ് സൈബർ സെക്യൂരിറ്റി. സൈബർ ലോയിലെ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്, സൈബർ ക്രൈം ആൻഡ് സൈബർ സെക്യൂരിറ്റി. ദി പോളിസി ഈസ് ഇൻറ്റൻഡഡ് ടു പ്രൊട്ടക്റ്റ് ദോസ് ഹൂ ആർ വൾണറബിൾ ടു സൈബർ ക്രൈം. സൈബർ ക്രൈമിന് വൾണറബിൾ ആയിട്ടുള്ള വിക്ടിംസിനെ, അതായത് ആ നിരപരാധികളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ള പോളിസിയോട് കൂടിയിട്ടാണ് എന്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്, സൈബർ ലോസ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇൻ 2000 ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പാസ്ഡ് ദി ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട്, ITA ഫുൾ ഫോം ചിലപ്പോൾ ചോദിക്കാം. ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് എപ്പോഴാണ് നിലവിൽ വന്നത് എന്ന് ചോദിക്കാം. എപ്പോഴാണ്, 2000 വിച്ച് പ്രൊവൈഡ്സ് ലീഗൽ റെക്കഗ്നേഷൻ ഓഫ് ട്രാൻസാക്ഷൻ കണ്ടക്റ്റഡ് വിയ ഇലക്ട്രോണിക് എക്സ്ചേഞ്ച് ഓഫ് ഡാറ്റ, ഇലക്ട്രോണിക് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക് കൊമേഴ്സ് ട്രാൻസാക്ഷൻസ്. അതായത് ട്രാൻസാക്ഷൻസ് നമ്മൾ പണമിടപാടുകളൊക്കെ നടത്തുന്ന സമയത്ത്, അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ, ഡാറ്റാസൊക്കെ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്, ഒരുപാട് തട്ടിപ്പുകൾ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതായത് ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ്, ഡെബിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ ചോർത്തി അതിൽ നിന്ന് ട്രാക്ക് ചെയ്ത് പണമിടപാട് നടത്തുന്ന സമയത്തൊക്കെ അങ്ങനെയുള്ള ഒരുപാട് തട്ടിപ്പുകൾ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ആ ചാൻസസ് എല്ലാം പ്രോഹിബിറ്റ് ചെയ്ത് ഇനി അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടികൾ എടുക്കാനുള്ള ഒരു പോളിസിയാണ് എന്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, സൈബർ ലോസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. Then there are 3 main categories of cyber crimes. സൈബർ കുറ്റകൃത്യങ്ങൾ 3 മെയിൻ കാറ്റഗറീസിലായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഏതാണ് 3 മെയിൻ കാറ്റഗറീസ്? ക്രൈംസ് എഗെയിൻസ്റ്റ് പീപ്പിൾ, അതായത് ആൾക്കാർക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ. ദെൻ ക്രൈംസ് എഗെയിൻസ്റ്റ് ഗവൺമെൻറ്റിനെതിരെയുള്ള ക്രൈംസ് എഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി. ഫസ്റ്റ് വൺ, ക്രൈംസ് എഗെയിൻസ്റ്റ് പീപ്പിൾ. Cyber harassment and stalking, distribution of child pornography, spoofing, credit and debit card fraud. ഇതാണ് നേരത്തെ പറഞ്ഞത്, credit and debit card fraud. സൈബർ ബുള്ളിങ് ആർ എക്സാമ്പിൾസ് ഓഫ് ക്രൈംസ് എഗെയിൻസ്റ്റ് പീപ്പിൾ. അപ്പോൾ ക്രൈംസ് എഗെയിൻസ്റ്റ് പീപ്പിളിൻ്റെ ഏതെങ്കിലും 2 എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെ എഴുതാം, ഈസി ആയിട്ടുള്ളതിൽ ഏതാണോ നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നത് അത് 2 പഠിച്ചു വയ്ക്കാം. ഇതിലും ഏതെങ്കിലും 2 പഠിച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഡു ആസ് അറ്റാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിനയൽ ഓഫ് സർവീസ് ആണ്. അതായത് ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ സെർവറിന് അവരുടെ ആക്ടിവിറ്റി കംപ്ലീറ്റ് എന്ത് ചെയ്യുക, ഡിസ്റപ്റ്റ് ചെയ്യുക എന്നുള്ള എയിമോട് കൂടിയിട്ടാണ് ഡു ആസ് അറ്റാക്ക് വരുന്നത്. പിന്നെ വൈറസ് ട്രാൻസ്മിഷൻ, ഹാക്കിംഗ്, കോപ്പിറൈറ്റ്, ഇതിലേതെങ്കിലും ഒരു 2-3 പഠിച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കുക ഓരോന്നിലും. അതായത് ക്രൈം എഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി, ക്രൈം എഗെയിൻസ്റ്റ് പീപ്പിൾ, ക്രൈം എഗെയിൻസ്റ്റ് ഗവൺമെൻറ്, ഇതിലേതെങ്കിലും 2-3 പഠിച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ദെൻ ക്രൈംസ് എഗെയിൻസ്റ്റ് ഗവൺമെൻറ്, സൈബർ ടെററിസം, സൈബർ വാർഫെയർ എക്സെട്ര. ഈ യൂണിറ്റിൻ്റെ ലാസ്റ്റ്, നമ്മൾ ഈ ഒരു ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന യൂണിറ്റിൻ്റെ ലാസ്റ്റ് എന്ത് ചെയ്യാനുണ്ട്, സൈബർ ക്രൈംസ് ഏതൊക്കെയാണെന്നുള്ളത് പഠിക്കാനുണ്ട്. അതിന് നൽകുന്ന ശിക്ഷകൾ എന്തൊക്കെയാണെന്നുള്ളത്, എത്ര കാലം ജയിലിൽ കിടക്കണം, എത്ര രൂപ ഫൈൻ അടയ്ക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് പഠിക്കാനും ഉണ്ട്, എന്തായാലും പഠിച്ചിരിക്കേണ്ട ഒരു ടേബിളാണ്. അതാണ് ഞാൻ
ക്ലാസ്സിൻ്റെ തുടക്കത്തിലേ പറഞ്ഞത് ആ ഒരു ടേബിൾ ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് ഒട്ടിച്ച് വെക്കുക, എന്നും പോയി 4-ാം തീയതി വരെ എന്നും പോയി അത് നോക്കുക, എന്താ രക്ഷയുള്ളൂ. അല്ലാതെ അത് കാണാതെ പഠിക്കേണ്ട പോയിൻറ്റ്സ് ആണ്, അതിൽ മനസ്സിലാക്കി പഠിക്കാനായിട്ടൊന്നുമില്ല. സോ എന്ത് ചെയ്യുക, അങ്ങനെയുള്ള എന്തെങ്കിലും ടെക്നിക്സ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈബർ ടെററിസം കുറേയധികം സൈബർ ക്രൈംസ് കൊടുത്തിട്ടുണ്ട്, അതിനുള്ള ശിക്ഷകളും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ജീവിതകാലം മുഴുവൻ അനുഭവിക്കാനുള്ള ഒരു ശിക്ഷയാണ് ഏതിൽ വരുന്നത്, സൈബർ ടെററിസത്തിൽ വരുന്നത്. ദെൻ സൈബർ ഫോറൻസിക് experts reveal the most cyber criminals work by forming networks in which they associate and coordinate with each other. സൈബർ ഫോറൻസിക് എക്സ്പേർട്സ് റിവീൽ ചെയ്യുന്നത്, അതായത് അവർ നടത്തിയ പഠനത്തിലൂടെ അവർക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ പേരും ഇങ്ങനെ ട്രാക്ക് ചെയ്യുന്നത്, അതായത് സൈബർ ക്രൈം നടത്തുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അവരുടെ ആ ഒരു ജോയിൻറ്റ് വർക്കായിട്ട് അവർ അതായത് ഓരോരുത്തരുമായി സഹകരിച്ച് ഒരു കമ്മ്യൂണിറ്റി ഫോം ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെയുള്ള ട്രാക്കിംഗ് അല്ലെങ്കിൽ സൈബർ ക്രൈം നടത്തുന്നത് എന്നാണ് പറയണത്. They operate jointly to improve their skills and even assist their crime partners with new opportunities. എന്തെങ്കിലും പൈസ ആയിരിക്കും, അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം ഓഫർ ചെയ്തുകൊണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓഫർ ചെയ്തുകൊണ്ട് അവരുടെ ക്രൈം പാർട്ട്നേഴ്സിനെ എന്ത് ചെയ്യാണ്, അവരുടെ ആ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് സ്വീകരിക്കുകയാണ്. The challenge for law enforcement agencies is always to keep pace with the cyber criminals. This is mainly due to the sudden change in the format of the character of the cyber crimes. അതായത് ഈ ഇതിൻ്റെ ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസ് നേരിടുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ഈ സൈബർ ക്രിമിനൽസിൻ്റെ പേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്പീഡ്, ആ ഒരു വേഗത, അവരിനെ ആ ഒരു ട്രാക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവരെന്ത് ചെയ്യും, അവരുടെ ക്യാരക്ടേഴ്സ് മാറ്റിക്കൊണ്ടേയിരിക്കും. അതായത് ഈ സൈബർ ക്രിമിനൽസിനെ ട്രാക്ക് ചെയ്യാൻ പറ്റരുത് എന്നുള്ള എയിമിൽ അവർ തന്നെ അവരുടെ ക്യാരക്ടേഴ്സ് മാറ്റിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസിന് എന്ത് ചെയ്യാൻ പറ്റണില്ല, അതൊരു ചലഞ്ചായിട്ടാണ് വരുന്നത്. അവർക്ക് പെട്ടെന്ന് അവരെ പിടികൂടാനായിട്ട് പറ്റണില്ല. They are making use of their skills to cheat and exploit people because it is easier than earning money by working hard through ഹോണസ്റ്റ് മീൻസ്. അതായത് സത്യസന്ധമായ വഴിയിലൂടെ പണം ഉണ്ടാക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അങ്ങനെയുള്ള ആൾക്കാരെ ചീറ്റ് ചെയ്തുകൊണ്ട് പണം ഉണ്ടാക്കാനായിട്ട് പറ്റുന്നുണ്ട്. സോ അതാണ് ഓരോരുത്തരുടെയും, അതായത് ഇത് ചെയ്യുന്ന ആൾക്കാരുടെയും മേജർ എയിം എന്ന് പറയുന്നത് അതായിരിക്കും. ദെൻ റോൾ ഓഫ് സൈബർ ലോസ് ഇൻ IT സെക്ടർ. Cyberspace provides equal opportunities to all for economic growth and human development. Cyber laws also aim to provide better administration of justice to the victims of cyber crimes, and these laws become stricter when it comes to such as cyber terrorism. അതായത് ഇതിന് ഇരയാവുന്ന ആൾക്കാർ, ഇതൊന്നും അറിയാതെ ഇരയാവുന്ന കുറേ നിരപരാധികളായിട്ടുള്ള ആൾക്കാർ, അവർക്ക് നീതി നടപ്പാക്കുക എന്നുള്ള എയിമും, അതുപോലെ തന്നെ സൈബർ ടെററിസം ഒക്കെ ആണെങ്കിൽ അത്രയും സ്ട്രിക്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജീവിതകാലം ഫുൾ അനുഭവിക്കാനുള്ള ഒരു പണിഷ്മെൻ്റാണ് സൈബർ ടെററിസത്തിന് വരുന്നത്. Then electronic records, that is data stored on a computer or an external storage, thus turned out to be an indispensable part of all modern transactions. അതായത് എല്ലാ മോഡേൺ ട്രാൻസാക്ഷൻസ്, എല്ലാ രീതിയിലുള്ള പണമിടപാട് നടത്തുകയാണെങ്കിലും എന്ത് റെക്കോർഡ്, കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു റെക്കോർഡ് എന്ന് പറയുന്നത് ഇൻഡിസ്പെൻസിബിൾ പാർട്ടാണ്. ഇൻഡിസ്പെൻസിബിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒഴിച്ചുകൂടാനാവാത്ത ഒരു പാർട്ടായിട്ടാണ് എന്ത് കണക്കാക്കുന്നത്, ഇലക്ട്രോണിക് റെക്കോർഡ്സ് കണക്കാക്കുന്നത്. ചിലപ്പോൾ ഒരു 2 മാർക്സ് അല്ലെങ്കിൽ 1 മാർക്സ് ക്വസ്റ്റ്യൻ വരും, വാട്ട് യു മീൻ ബൈ ഇലക്ട്രോണിക് റെക്കോർഡ്സ് എന്നുള്ളത് കേട്ടോ. Then electronic communication, commonly referred to as electronic commerce. Electronic communication commonly referred to as എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് വരാം. അപ്പോൾ എന്തെഴുതണം, ഇലക്ട്രോണിക് കൊമേഴ്സ്, which involves the use of alternatives to paper based methods of communication and storage of information with government agencies, and further to amend Indian Penal Code, the Indian Evidence Act 1891 and the Reverse Bank of India Act 1934. ഇതിൽ മെയിനായിട്ടും കുറേ ആക്ട് പഠിക്കാനുണ്ട്, ഏതൊക്കെ സെക്ഷനിലാണ് വരുന്നത് എന്നുള്ളതും പഠിക്കാനുണ്ട്. ഇത് സെപ്പറേറ്റ് ഒരു ടേബിളാണ്. ഞാനിപ്പോൾ 3ാമത്തെ വട്ടമാണ് ഈ ഒരു ടേബിളിനെ പറ്റി പറയണത്. എവിടെയാണ് ടേബിൾ എന്നല്ല നിങ്ങൾ ആലോചിക്കുന്നത്, ടേബിൾ ഏറ്റവും ലാസ്റ്റാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതെന്തായാലും അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയണത് കേട്ടോ. ദെൻ ഇന്ത്യൻ പെനൽ കോഡ്, ദി ഇന്ത്യൻ എവിഡൻസ് ആക്ട്. ഇന്ത്യൻ എവിഡൻസ് ആക്ട് എപ്പോഴാണ് നിലവിൽ വന്നത്, 1891. ഇയർ അത്രയ്ക്ക് അങ്ങോട്ട് ചോദിക്കലില്ല, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു, ചിലപ്പോൾ ചോദിച്ചാലോ. ദെൻ റിവേഴ്സ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934. ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1891,
റിവേഴ്സ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934. ഇനി ദി ആക്ട് ഇൻറ്റൻസ് ടു അഡ്രസ് ദി ഫോളോയിങ് ഇഷ്യൂസ്. 4 ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആക്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഏതൊക്കെയാണ് 4 ഇഷ്യൂസ്? ലീഗൽ റെക്കഗ്നേഷൻ ഓഫ് ഇലക്ട്രോണിക് ഡോക്യുമെൻറ്റ്സ്, ലീഗൽ റെക്കഗ്നേഷൻ ഓഫ് ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ്, ഒഫൻസസ് ആൻഡ് വയലൻസസ്, ജസ്റ്റിസ് ഡിസ്പെൻസേഷൻ സിസ്റ്റംസ് ഫോർ സൈബർ ക്രൈംസ്. ഫസ്റ്റ് വൺ ഇലക്ട്രോണിക് ഡോക്യുമെൻറ്റ്സിൻ്റെ ലീഗൽ റെക്കഗ്നേഷൻ. നമ്മൾ പറഞ്ഞല്ലോ ഇലക്ട്രോണിക് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും അതേപോലെ തന്നെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്ന രീതി. ദെൻ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സിൻ്റെ ലീഗൽ റെക്കഗ്നേഷൻ. ഒഫൻസസ് ആൻഡ് വയലേഷൻസ്, അതായത് കുറ്റകരമായിട്ടുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ എന്തെങ്കിലും നിയമങ്ങളുണ്ടെങ്കിൽ അതിനെ എതിർക്കുന്ന വയലേറ്റ് ചെയ്യുന്ന രീതിയും. ജസ്റ്റിസ് ഡിസ്പെൻസേഷൻ സിസ്റ്റംസ് ഫോർ സൈബർ ക്രൈം, അതായത് നീതി നടപ്പിലാക്കുക, നീതി വിതരണത്തിന് വേണ്ടിയിട്ടുള്ള സിസ്റ്റം. ദെൻ the first cyber legislation in the country, that is ITA 2000, has led to debates and criticism. അതായത് ITA 2000 എന്ന് പറയുന്ന ആക്ട് നിലവിൽ വന്ന സമയത്ത് കുറേ ആൾക്കാർക്ക് അതിനെതിരെയുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു അത്? Some of the sections in the act were too stringent or too lenient. stringent എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും സ്ട്രിക്റ്റ് ആക്കി, അത്രയും കർശനമാക്കിയിട്ടുള്ള നിയമങ്ങളും അതേപോലെ തന്നെ ടു ലീനിയൻറ്റ്, തീരെ കർശനമല്ലാത്ത, തീരെ സ്ട്രിക്റ്റ് അല്ലാത്ത നിയമങ്ങളും ഉണ്ടായിരുന്നു. Thus emerged urgent need for amendment in the current IT Act. അതായത് ITA 2000 നിലവിൽ വന്ന സമയത്ത് കുറേ ആൾക്കാർക്ക് അതിൽ എതിർപ്പുണ്ടായിരുന്നു. അങ്ങനെ 2008 എന്ത് ചെയ്തു? പുതിയൊരു ITA ആക്ട് കൊണ്ടുവന്നു. അതിനുള്ള കാരണം എന്തായിരുന്നു? അതായത് 2000 ITA ആക്റ്റിൽ കുറേ നിയമങ്ങൾ സ്ട്രിങ്ങൻ്റ് ആയിട്ടും, അതായത് അത്രയും കർശനമായിട്ടുള്ള നിയമങ്ങളും അതേപോലെ തന്നെ ലീനിയൻ്റ് ആയിട്ട്, ലിബറൽ ആയിട്ടുള്ള, ഫ്രീ ആയിട്ടുള്ള നിയമങ്ങളും ഉണ്ടായിരുന്നു. അതായത് അത്രയും കുറഞ്ഞ ശിക്ഷയും അത്രയും കൂടിയ ശിക്ഷയും എന്നുള്ള രീതിയിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനെല്ലാം കുറേ പേര് എതിർത്തു. അങ്ങനെ 2008 വീണ്ടും ഒരു ITA ആക്ട് വരികയാണ്. എഫക്റ്റീവ് ആയത് ഏത് മുതലാണ്? 27 ഒക്ടോബർ 2009. Some of the keywords of ITA 2008. ITA എന്താ നമ്മൾ പഠിച്ചു? എന്തായിരുന്നു? ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട്. ITAA, ഒരു എ കൂടി എക്സ്ട്രാ വന്നു. ആ എ എന്തിനുള്ളതാണ്? അമെൻഡ്മെൻറ്റ്. ഇൻഫോർമേഷൻ ടെക്നോളജി അമെൻഡ്മെൻറ്റ് ആക്ട്, ഭേദഗതി നിയമം എന്നൊക്കെ പറയില്ലേ, അതാണത്. 2008. പ്രയോറിറ്റി ടു ഡാറ്റ പ്രൈവസി. എന്തൊക്കെ കാര്യങ്ങളിലാണ്, എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഈ ITAAയിൽ വന്നിട്ടുള്ളത്? Priority to data privacy, focus on information security, ഡിഫൈനിങ് സൈബർ കഫേ. ഇത് സിമ്പിളായിട്ടുള്ളൊരു 3 പോയിൻ്റാണ് മേലെ കൊടുത്തിരിക്കുന്നത്. അതെന്തായാലും പഠിക്കുക. ഈ എല്ലാ പോയിൻറ്റ്സും ഈ ഒരു ഫീച്ചേഴ്സിൽ വരുന്നതാണ്. സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റിയ 3 പോയിൻ്റ്. ആ ഒരു സെറ്റ് ഓഫ് 3 പോയിൻ്റ് എന്ത് ചെയ്യുക? ആദ്യം പഠിച്ചു വയ്ക്കുക. ഫസ്റ്റ് എന്താണ്? പ്രയോറിറ്റി ടു ഡാറ്റ പ്രൈവസി, ഫോക്കസ് ഓൺ ഇൻഫോർമേഷൻ സെക്യൂരിറ്റി, ഡിഫൈനിങ് സൈബർ കഫേ. ഇനി ഇൻക്ലൂഷൻ ഓഫ് സൈബർ ക്രൈംസ് സച്ച് ആസ് ചൈൽഡ് പോണോഗ്രഫി ആൻഡ് സൈബർ ടെററിസം. സൈബർ ടെററിസം ആൻഡ് അതേപോലെ തന്നെ ചൈൽഡ് പോണോഗ്രഫി ഒക്കെ, അങ്ങനെയുള്ള സൈബർ ക്രൈംസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് അതിനെതിരെയുള്ള ശിക്ഷ കൂടിയും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതായിരുന്നു 2008 ഇറങ്ങിയിട്ടുള്ള ITAA. അതോറൈസിങ് ആൻ ഇൻസ്പെക്ടർ ടു ഇൻവെസ്റ്റിഗേറ്റ് സൈബർ ഒഫൻസസ്. സൈബർ രീതിയിലുള്ള കുറ്റകൃത്യങ്ങളെല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻസ്പെക്ടറിനെ എന്ത് ചെയ്തു? നിയമിച്ചു. റെക്കഗ്നൈസിങ് ദി റോൾ ഓഫ് ICERT. ICERTൻ്റെ ഫുൾ ഫോം വരും എന്താണ്? ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം. ഇതെവിടെങ്കിലും നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം, ICERTൻ്റെ ഫുൾ ഫോം. ദെൻ ഇൻട്രഡ്യൂസ്ഡ് സെക്ഷൻ 66A വിച്ച് പേഴ്സണലൈസ്ഡ് സെൻഡിങ് ഒഫൻസീവ് മെസ്സേജസ്. അതായത് കുറ്റകരമായിട്ടുള്ള രീതിയിൽ മെസ്സേജസ് സെൻഡ് ചെയ്യുന്നതിന് എതിരെയുള്ള ആക്റ്റാണ് എന്തെന്ന് പറയുന്നത്? 66A, സെക്ഷൻ 66Aയിൽ വരുന്നത്. ഈ സെക്ഷൻ 66A ഇൻട്രഡ്യൂസ് ചെയ്തത് ഈ ITAAയിലൂടെയാണ് 2008. Introduced section 69 which gave authorities the power of monitor and computer resource. അപ്പോൾ ഇതിൽ ചോദിക്കാൻ, ഈ ഒരു സ്ലൈഡിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ സെക്ഷനിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ITAAയിൽ കൂടുതലായിട്ടുള്ള ഫീച്ചേഴ്സ് വന്നിട്ടുള്ളത് ഏതൊക്കെയാണ്? സെക്ഷൻ 66A ആൻഡ് സെക്ഷൻ 69 ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ICERTൻ്റെ ഫുൾ ഫോം ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം. The IT Act of 2000 originally contained 94 sections divided into 13 chapters and 4 schedules. ഏതൊക്കെ രീതിയിലാണ് 2000 IT Act ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്ന് ചിലപ്പോൾ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? 94 sections,
13 chapters, 4 schedules. ഇനി ഇതാണ് ഞാൻ പറഞ്ഞ ടേബിൾ. 2 ടേബിൾ ഉണ്ട്. ഒന്ന് ഇത്, ദെൻ നെക്സ്റ്റ് വൺ ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ഈ ഒരു ടേബിൾ, ഏതൊക്കെ ടേംസ് ആണെന്നുള്ളത്. ഇതും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു, നമ്മുടെ യൂണിറ്റ് കഴിഞ്ഞു. ഇത് ശരിക്കും നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്, അതായത് കാണാതെ പഠിക്കാനുള്ളതാണ്. എക്സ്പ്ലെയിൻ ചെയ്യേണ്ട പോയിൻറ്റ്സ് ഒന്നുമില്ല, ജസ്റ്റ് നമുക്കതൊന്ന് വായിച്ചു പോകാമെന്ന് മാത്രം. ദെൻ ഫസ്റ്റ് വൺ, സെക്ഷൻ 65. സെക്ഷൻ 65 വരുന്ന ഒഫൻസ് എന്താണ്? ടാമ്പറിങ് വിത്ത് കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെൻറ്റ്. അതായത് കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെൻറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യുക, അവർ കുറ്റകൃത്യം ചെയ്യുക, അതായത് അങ്ങനത്തെ രീതിയിൽ ട്രാക്ക് ചെയ്യുക. അതാണ് സെക്ഷൻ 65 വരുന്നത്. പെനാൽറ്റി എന്താണ്? ശിക്ഷ എന്താണ്? ഇംപ്രിസൺമെൻറ്റ് അപ് ടു 3 years ഓർ ഫൈൻ അപ് ടു 2 lakh ഓർ ബോത്ത്. അതായത് 3 വർഷത്തോളം ജയിലിൽ കിടക്കലും 2 ലക്ഷം രൂപയും. അതാണ് അവരുടെ പെനാൽറ്റി എന്ന് പറയുന്നത്. ദെൻ 66A കണ്ടോ, ഇങ്ങനെ പറയണ സമയത്ത് നമുക്കിത് എന്താണെന്നുള്ളത് നമുക്ക് ഒന്ന് പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ തോന്നും. പക്ഷെ ഒന്ന് എഴുതി വെച്ച് കുറേ വട്ടം വായിച്ചിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് നമ്മുടെ മൈൻഡിൽ നിൽക്കുന്നതായിരിക്കും കേട്ടോ. ദെൻ സെക്ഷൻ 66A, സെൻഡിങ് ഒഫൻസീവ് മെസ്സേജ് ത്രൂ കമ്മ്യൂണിക്കേഷൻ സർവീസസ്. അതിനുള്ള പെനാലിറ്റി എന്താണ്? ഇംപ്രിസൺമെൻറ്റ് അപ് ടു 3 years ഓർ ഫൈൻ അപ് ടു ₹5 lakh ഓർ ബോത്ത്. ദെൻ 66B, ഇതിൽ പെനാൽറ്റി അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് അല്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഞാൻ റെഡിൽ കൊടുത്തിട്ടുണ്ട്, പെനാൽറ്റി കേട്ടോ. ബാക്കിയുള്ളതെല്ലാം ഒഫൻസും സെക്ഷനും ഇമ്പോർട്ടൻ്റ് ആണ്. 66B, ഡിസ്ഹോണസ്റ്റി റിസീവിങ് സ്റ്റോളൻ കമ്പ്യൂട്ടർ റിസോഴ്സസ് ഓർ കമ്മ്യൂണിക്കേഷൻ സർവീസസ്. സ്റ്റോളൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? തട്ടിയെടുത്തിട്ടുള്ള, അതായത് മോഷണം വന്നിട്ടുള്ള രീതിയിലുള്ള ഡിവൈസസ് ഒക്കെ നമുക്ക് നൽകുക. അതൊക്കെ ഏത് സെക്ഷനിലാണ്? 66B എന്നുള്ള സെക്ഷനിലാണ്. അതിന് പെനാൽറ്റി എന്താണ്? ഇംപ്രിസൺമെൻറ്റ് അപ് ടു 3 years or fine up to ₹1 lakh. ആണ് ₹1 lakh or both. ഇനി 66C, ഇത് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇതേ ടേബിൾ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ടെക്സ്റ്റിൽ. സെക്ഷൻ 66C, അതിലെന്താ വരുന്നത്? ഐഡൻറ്റിഫൈ തെഫ്റ്റ്. പെനാൽറ്റി എന്താ വരുന്നത്? അതേ പെനാൽറ്റി, അതായത് ഇംപ്രിസൺമെൻറ്റ് അപ് ടു 3 years ഓർ ഫൈൻ അപ് ടു ₹1 lakh ഓർ ബോത്ത്. അതേ പെനാൽറ്റി തന്നെയാണ് ബാക്കി 2 സെക്ഷനിലും വരുന്നത്. 66Dയിലും സെയിം പെനാൽറ്റിയാണ് വരുന്നത്. 66D എന്താണ്? ചീറ്റിംഗ് യൂസിങ് കമ്പ്യൂട്ടർ റിസോഴ്സ്. 66D ചീറ്റിംഗ് യൂസിങ് കമ്പ്യൂട്ടർ റിസോഴ്സ്. ഇത് പഠിച്ചു വയ്ക്കാനുള്ളൊരു ട്രിക്ക് എന്ന് പറയുന്നത് എന്താണ്? ജസ്റ്റ് ഈ ഒരു ഒഫൻസസ് ഓർഡർ ആക്കി പഠിക്കുക. പിന്നെ 66A, 66B, 66C അങ്ങനെ ഓർഡർ കൊടുക്കുക, ഓരോ ലെറ്റേഴ്സ് ഇട്ട് കൊടുക്കുക. ഈ ഒരു ഒഫൻസ് ഓർഡർ ആയിട്ട് പഠിച്ചാൽ സിമ്പിളായിരിക്കും. ദെൻ 66E, വയലേഷൻ ഓഫ് പ്രൈവസി. അതിനെന്താണ്? ഇങ്ങനെയുള്ള പെനാൽറ്റിയും സെയിം മുകളിൽ കൊടുത്തിരിക്കുന്ന അതേ പെനാൽറ്റിയും ₹2 lakh. മറ്റേത് ₹1 lakh ആണ്, ഇത് ₹2 lakh ആണ്. ആ ഒരു ഡിഫറൻസ് ആണ്. അതൊന്നും അങ്ങനെ എടുത്ത് ചോദിക്കില്ല കേട്ടോ പെനാൽറ്റി. ദെൻ 66F, സൈബർ ടെററിസം. ഇംപ്രിസൺമെൻറ്റ് അപ് ടു ലൈഫ്, ജീവിതകാലം ഫുള്ള് തടവിലാണ് അല്ലേ. അതെന്താണ്? 66F സൈബർ ടെററിസം ആണ്. അതെന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക. ബാക്കിയുള്ളത് പഠിക്കേണ്ടെന്നല്ല, എന്നാലും ഇതിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. 66F സൈബർ ടെററിസം, ഇംപ്രിസൺമെൻറ്റ് അപ് ടു ലൈഫ്. ദെൻ 67 സെക്ഷനിൽ എന്താണ്? പബ്ലിഷിംഗ് ഓർ ട്രാൻസ്മിറ്റിംഗ് ഒബ്സെൻസ് മെറ്റീരിയൽ ഇൻ ഇലക്ട്രോണിക് ഫോം. ഇംപ്രിസൺമെൻറ്റ് അപ് ടു 5 years ഓർ ഫൈൻ അപ് ടു 10 lakh ഓർ ബോത്ത്. ഇനി സെക്ഷൻ 67A, പബ്ലിഷിംഗ് ഓർ ട്രാൻസ്മിറ്റിംഗ് ഓഫ് മെറ്റീരിയൽ കണ്ടെയ്നിങ് സെക്ഷുവലി എക്സ്പ്ലിസിറ്റ് ആക്ട്. അതിനെന്താണ് പെനാൽറ്റി? ഇംപ്രിസൺമെൻറ്റ് അപ് ടു 7 years ഓർ ഫൈൻ അപ് ടു 10 lakh ഓർ ബോത്ത്. ഇനി 67B, സെക്ഷൻ 67Bയിൽ പബ്ലിഷിംഗ് ഓർ ട്രാൻസ്മിറ്റിംഗ് ഓഫ് മെറ്റീരിയൽ ഡെപ്പോസിറ്റിംഗ് ചിൽഡ്രൻ ഇൻ സെക്ഷുവലി എക്സ്പ്ലിസിറ്റ് ആക്ട്. അതിനെന്താണ് മുകളിൽ കൊടുത്തിരിക്കുന്ന അതേ പെനാൽറ്റി തന്നെ, 7 വർഷം തടവും 10 ലക്ഷം രൂപ ഫൈനും. ദെൻ 72 ആക്ടിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ബ്രീച്ച് ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് പ്രൈവസി. ഇംപ്രിസൺമെൻറ്റ് അപ് ടു 2 years ഓർ ഫൈൻ അപ് ടു ₹1 lakh ഓർ ബോത്ത്. ബ്രീച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു തരത്തിലുള്ള ലംഘനം. ദെൻ 73 ആക്ട് 73 സെക്ഷൻ 73ൽ എന്താണ്? പബ്ലിഷിംഗ് ഫാൾസ് ഇലക്ട്രോണിക് സർട്ടിഫിക്കറ്റ്സ് ഇലക്ട്രോണിക് സർട്ടിഫിക്കറ്റ്സ്, അതായത് വ്യാജമായ രീതിയിൽ ഫാൾസ് സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാക്കുന്നത് ഏത് ആക്ടിൽ വരുന്നതാണ്? 73 സെക്ഷനിൽ വരുന്നതാണ്. അതിനും ഇതേപോലെ തന്നെ 2 വർഷം തടവും 1 ലക്ഷം രൂപയോളം എന്തുണ്ട്? ഫൈനുമുണ്ട്. ദെൻ സെക്ഷൻ 74, പബ്ലിക്കേഷൻ ഓഫ് ഫ്രോഡുലൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രീതിയിലുള്ള വഞ്ചന, അതായത് പറ്റിക്കപ്പെടുന്ന രീതിയിലുള്ള പബ്ലിക്കേഷൻസ് ഇറക്കുക. അത് ഏതിലാണ് വരുന്നത്? ആക്ട് 74 സെക്ഷൻ 74ലാണ് വരുന്നത്. അതിനും ഇതേപോലെ തന്നെ എന്താണ്? 2 വർഷം തടവും 1 ലക്ഷം രൂപ ഫൈനുമാണ് വരുന്നത്. സോ ആ ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചു വയ്ക്കുക. സൈബർ ടെററിസം ആണെങ്കിൽ ജീവിതകാലം ഫുള്ള് ശിക്ഷയുണ്ട്. ബാക്കിയുള്ളതിനും അതിനനുസരിച്ചിട്ടുള്ള പെനാൽറ്റി ഉണ്ട്. പെനാൽറ്റി അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പെനാൽറ്റിയേക്കാളും ഇമ്പോർട്ടൻ്റ് ഒഫൻസും അതേപോലെ തന്നെ അത് അടങ്ങിയിരിക്കുന്ന സെക്ഷനുമാണ്. അത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വയ്ക്കുക കേട്ടോ.
ഇനി മിസ്യൂസ് ആൻഡ് അബ്യൂസ് ഓഫ് സൈബർ സ്പേസ്. സൈബർ സ്പേസ് ഇസ് ദി ഗ്ലോബൽ നെറ്റ്വർക്ക് ഓഫ് ഇൻഫോർമേഷൻ ടെക്നോളജി. വാട്ട് ഈസ് സൈബർ സ്പേസ് എന്ന് ചിലപ്പോൾ 2 മാർക്ക് ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ എന്താ എഴുതണം? സൈബർ സ്പേസ് ഇസ് ദി ഗ്ലോബൽ നെറ്റ്വർക്ക് ഓഫ് ഇൻഫോർമേഷൻ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ, ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്സ് ആൻഡ് കമ്പ്യൂട്ടർ പ്രോസസ്സിംഗ് സിസ്റ്റംസ്. ഇറ്റ് ഈസ് ദി പ്ലേസ് വെർ ഓൾ ദി ഇൻ്റർനെറ്റ് ട്രാൻസാക്ഷൻ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണെന്ന് പറഞ്ഞു? ഇടപാടുകൾ. എന്ത് രീതിയിലുള്ള ഇടപാടുകളാണെങ്കിലും ട്രാൻസാക്ഷനിൽ വരുന്നതാണ്. എല്ലാ രീതിയിലുള്ള ട്രാൻസാക്ഷനും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് എന്തെന്ന് പറയുന്നത്? സൈബർ സ്പേസ് എന്ന് പറയുന്നത്. സം കോമൺലി ഒക്യൂറിങ് അബ്യൂസേഴ്സ് ഇൻ സൈബർ സ്പേസ്. സൈബർ സ്പേസിൽ നടക്കുന്ന കോമൺ ആയിട്ടുള്ള അബ്യൂസേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് അതിൻ്റെ ടേബിളാണ് അടുത്തത് പഠിക്കാനുള്ളത്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്ന് ഷുവർ ആയിട്ട് എന്തെങ്കിലും രീതിയിലുള്ള 1 മാർക്ക് ആയിക്കോട്ടെ, 2 മാർക്ക് ആയിക്കോട്ടെ, 5 മാർക്ക് ആയിക്കോട്ടെ, ഏതെങ്കിലും രീതിയിലുള്ള ക്വസ്റ്റ്യൻ വരും. സോ സ്കിപ്പ് ചെയ്യാതിരിക്കുക കേട്ടോ. ആ ഒരു ടേബിള് ഫസ്റ്റ് വൺ, ഇമെയിൽ സ്പൂഫിംഗ്. സ്പൂഫിംഗ് പറഞ്ഞാൽ എന്താണ്? കബളിപ്പിക്കുക. When someone sends an email to you that appears to be from another person, അതായത് നമുക്ക് അറിയുന്ന ഒരാളുടെ നിന്ന് വന്നിട്ടുള്ള ഒരു ഇമെയിൽ പോലെ വേറൊരാൾ, ഈ ട്രാക്കർ അല്ലെങ്കിൽ ഹാക്കർ നമുക്ക് എന്ത് ചെയ്യുക? മെയിൽ അയക്കുക. അതാണ് എന്തിൽ വരുന്നത്? ഇമെയിൽ സ്പൂഫിങ്ങിൽ വരുന്നത്. ദെൻ ഫിഷിംഗ്. എക്സ്ട്രാക്ടിങ് പേഴ്സണൽ സെൻസിറ്റീവ് ഇൻഫോർമേഷൻ ഫ്രം ദി വിക്ടിംസ് സച്ച് ആസ് ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണത്. ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വെച്ച് നമ്മുടെ പേഴ്സണൽ ഇൻഫോർമേഷൻ ചോർത്തിയെടുക്കുന്ന രീതിയാണ് ഫിഷിംഗ്. ദെൻ സൈബർ സ്റ്റോക്കിംഗ്. ആൻ ഇൻഡിവിജ്വൽ യൂസസ് ദി ഇൻ്റർനെറ്റ് ടു സിസ്റ്റമാറ്റിക്കലി ഹറാസ് ഓർ ത്രട്ടൺ സമൺ. അതായത് ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന രീതിയിലൊക്കെ ഉപയോഗിക്കുന്നതാണ് ഇതിൽ വരുന്നത്? സൈബർ സ്റ്റോക്കിങ്ങിൽ വരുന്നത്. ഇനി സൈബർ ബുള്ളിങ്. ആൻ ഇൻഡിവിജ്വൽ യൂസസ് ദി ഇൻ്റർനെറ്റ് ടു ഹാം ഓർ ഫ്രൈറ്റൺ സംവൺ സെൻഡിങ് ദം അൺപ്ലസൻറ്റ് മെസ്സേജസ്. അൺപ്ലസൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സുഖകരമല്ലാത്ത ഒരു അരോചകമായ രീതിയിൽ എന്ത് ചെയ്യുക? മെസ്സേജസ് ഉണ്ടാക്കി, ഫേക്ക് മെസ്സേജസ് ഉണ്ടാക്കി അത് ഫോർവേഡ് ചെയ്യുന്ന രീതിയാണ് സൈബർ ബുള്ളിങ്ങിൽ വരുന്നത്. ദെൻ വോയറിസം. ആൻ ഇൻഡിവിജ്വൽ വാച്ചസ്, ഷെയർസ് ഓർ ക്യാപ്ചർ ദി ഇമേജ് ഓഫ് എ പേഴ്സൺ വിത്തൗട്ട് ഹിസ് ഓർ ഹെർ പെർമിഷൻ ഫോർ സെക്ഷൽ ഗ്രാറ്റിഫിക്കേഷൻ. സെക്ഷലി സംതൃപ്തി കിട്ടാൻ വേണ്ടിയിട്ട് ഒരാളുടെ ഇമേജ് വെച്ചിട്ട് എന്ത് ചെയ്യുക? യൂസ് ചെയ്യുക. അതായത് അവരുടെ പെർമിഷൻ ഇല്ലാതെ അത് യൂസ് ചെയ്യുന്ന രീതിയാണ് വോയറിസം. Then credit card skimming. When someone uses an illegal device to collect the information from the magnetic stripe on ATM, debit or credit card. അതായത് ATM കാർഡോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡിലോ ഉള്ള മാഗ്നറ്റിക് സ്ട്രൈപ്പ് വഴി എന്ത് ചെയ്യുക? ഡാറ്റാസ് കളക്ട് ചെയ്യുക. അതിലുള്ള ഡാറ്റാസ് ഒരു ഇല്ലീഗൽ ഡിവൈസിലൂടെ കളക്ട് ചെയ്യുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത്? ക്രെഡിറ്റ് കാർഡ് സ്കിമ്മിങ്. The next one, cyber hacking. Any type of misuse of a computer to break the security of another computer systems to steal data, corrupt systems or files. അതായത് അതിലുള്ള ഡാറ്റാസ് എല്ലാം ചോർത്തിയെടുക്കാനും അതേപോലെ തന്നെ അതിലുള്ള ഫയൽസ് എല്ലാം ചോർത്തിയെടുക്കാനും വേണ്ടിയിട്ട് മറ്റുള്ള കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ സെക്യൂരിറ്റി എന്ത് ചെയ്യുക? ബ്രേക്ക് ചെയ്യുക. ആ രീതിയാണ് എന്തെന്ന് പറയുന്നത്? ആ ടൈപ്പ് ഓഫ് മിസ്യൂസ് ആണ് എന്തെന്ന് പറയുന്നത്? സൈബർ ഹാക്കിംഗ് എന്ന് പറയുന്നത്. ദെൻ ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക്, DOS അറ്റാക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലേ? ആൻ ഇൻറ്റൻഷണൽ സൈബർ അറ്റാക്ക് ക്യാരിഡ് ഔട്ട് ഓൺ നെറ്റ്വർക്ക്സ്, വെബ്സൈറ്റ്സ് ആൻഡ് ഓൺലൈൻ റിസോഴ്സസ് ടു റെസ്ട്രിക്റ്റ് ആക്സസ് ടു ഇറ്റ്സ് ലെഗിറ്റിമേറ്റ് യൂസേഴ്സ്. ലെഗിറ്റിമേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിയമാനുസൃതമായ രീതിയിലുള്ള യൂസേഴ്സിനെ അവർക്കുള്ള ആക്സസിബിലിറ്റി ഒഴിവാക്കിയിട്ട്, അതായത് യൂസ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ ആ വെബ്സൈറ്റ് എന്ത് ചെയ്യുക? മാറ്റുക. അതാണ് ഇതിൽ വരുന്നത് ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക്, DOS അറ്റാക്കിൽ വരുന്നത്. ഇനി മാൽവെയർ അറ്റാക്ക്. മാൽവെയർ സോഫ്റ്റ്വെയർ പെർഫോംസ് ആക്ടിവിറ്റീസ് ഓൺ ദി വിക്ടിംസ് കമ്പ്യൂട്ടർ സിസ്റ്റം യൂഷ്വലി വിത്തൗട്ട് ദെയർ പെർമിഷൻസ്. അതായത് ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ അയാളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലുള്ള ഡാറ്റാസ് എല്ലാം ചോർത്തിയെടുക്കുന്ന രീതിയാണ് മാൽവെയർ അറ്റാക്ക്. അതിലാണ് എന്ത് വരുന്നത്? വൈറസ് ഒക്കെ വരുന്നത് മാൽവെയർ അറ്റാക്കിലാണ്. ദെൻ സ്പാമിംഗ്. ദി യൂസ് ഓഫ് ഇലക്ട്രോണിക് മെസ്സേജിംഗ് സിസ്റ്റം ലൈക്ക് ഇമെയിൽസ് ടു സെൻഡ് അൺവാണ്ടഡ് ബൾക്ക് മെസ്സേജസ് ഇൻഡിസ്ക്രിമിനേറ്റ്ലി. അതായത് ഇമെയിൽസ് യൂസ് ചെയ്ത് ഒരുപാട് വേണ്ടാത്ത മെസ്സേജസ് ഒരുപാട് ബൾക്കായിട്ട് സെൻഡ് ചെയ്യുന്ന രീതിയാണ് സ്പാമിംഗ് എന്ന് പറയുന്നത്. Then software piracy. The unauthorized distribution of software with the help of internet. ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോട് കൂടിയിട്ട് സോഫ്റ്റ്വെയർ എന്ത് ചെയ്യുക? അൺഅതോറൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ, അതായത് നിയമത്തിനെതിരായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുക? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് സോഫ്റ്റ്വെയർ പൈറസി. ദെൻ salami slicing attack. Cyber criminals steal money or resources a bit at a time so that there is no noticeable difference in overall size. അതായത് ഒരേ സമയം കുറച്ച് ആയിട്ട് എ ബിറ്റ്
ബിറ്റായിട്ട് എന്ത് ചെയ്യുക, സ്റ്റീൽ ചെയ്തുകൊണ്ടിരിക്കുക, മണി അല്ലെങ്കിൽ റിസോഴ്സസ് കട്ടെടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ കുറച്ചായിട്ട് കട്ടെടുക്കുന്ന സമയത്ത് ഓവറോൾ സൈസിൽ, അതായത് മൊത്തത്തിൽ നോക്കുമ്പോൾ ചിലപ്പോൾ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടുണ്ടാവില്ല. പക്ഷേ ഓരോ സമയമായിട്ട് കുറച്ചായിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, സ്റ്റീൽ ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് സലാമി സ്ലൈസിങ് അറ്റാക്ക് എന്ന് പറയുന്നത്. ദെൻ സൈബർ ടെററിസത്തിൽ വരുന്നത് മെയിനായിട്ടും കമ്പ്യൂട്ടർ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് ഒരു സൊസൈറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? വയലൻസിനെതിരെ വയലൻസ് എന്ത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരിക. Then cyber terrorism, the politically motivated use of computers and information technology to cause widespread fear in society. കഴിഞ്ഞു, നമ്മുടെ യൂണിറ്റ് 3 കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൽ മെയിനായിട്ടും ആ 2 ടേബിൾസ്, ലാസ്റ്റിൽ കൊടുത്തിരിക്കുന്ന 2 ടേബിൾസും പിന്നെ ഫസ്റ്റിൽ റെഡിൽ കൊടുത്തിട്ടുള്ള കുറച്ചധികം പോയിൻറ്സും ഇതാണ് ഇതിൽ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും അതേപോലെ തന്നെ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്, ഇനി എങ്ങനത്തെ വീഡിയോസാണ് ഇടേണ്ടത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം താഴെ. സോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.